ഇറങ്ങി എനിക്ക് കളിക്കാൻ വയ്യ ഇനി. എനിക്ക് വയ്യ. ഇവിടെ ഒരു 2 ഗെയിം കൂടെ. എനിക്ക് വയ്യ. ഇവിടെ നീ കൊച്ചി ഇറക്കാനില്ലയോ? എന്ത് ഇതെന്താ ഇത്ര പെട്ടെന്ന് കുഴയുന്നത്? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ, മാമ എങ്ങനെ ഇത്രയും നേരമായിട്ട് ഭയങ്കരമായിട്ട് എനർജി ആയിട്ട് നിക്കണത്? അതൊക്കെയാടാ, ഇത് കളരി ബോഡിയാ. കളരി 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 നീ കേട്ടിട്ടുണ്ടോ? നീ അതെന്താ സാധനം? കേട്ടിട്ടില്ലേ? ഇവിടെ കളരി പഠിക്കണം. അല്ലാതെ നിന്റെ ആശാന്റെ കൂടെ ഒന്നും പണി പഠിച്ചാലാ അങ്ങേർക്കും ഒന്നും അറിഞ്ഞുകൂടാടാ. അത് ഞാൻ ആശാന്റെ കൂടെ പണി പഠിക്കാൻ വന്നതല്ലല്ലോ. ഇനി ഞാനാണെങ്കിൽ വെറുതെ ടൈം കളയാനായിട്ടാണ് ഇവിടെ വന്നത്. ശങ്കര, നീ എന്റെ കൂടെ വന്നാൽ നിന്നെ കളരി പഠിപ്പിച്ച് ഒരു കളരി ശ്രീ ആക്കി തരാം. കളരി ശ്രീയോ? അതെന്തുവാ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കളരി പഠിക്കുന്ന കൂട്ടത്തില് മിടുക്കന്മാരായിട്ടുള്ളവർക്ക് ആദ്യം ഞങ്ങള് കളരി ശ്രീ കൊടുക്കും. പിന്നെ കളരി ഭൂഷൺ, കളരി വിഭൂഷണൻ, ഏറ്റവും അവസാനം കളരി രത്ന. എനിക്ക് തന്നെ ഈ കഴിഞ്ഞ വർഷമാണ് കളരി രത്ന കിട്ടിയത്, അറിയാവോ? അത് എൻ്റെ ഒരു അമ്മാവനുണ്ടായിരുന്നടാ. പുള്ളി ഭയങ്കര കൃഷിക്കാരനും ഒക്കെ ആയിരുന്നു, കളരി ആശാനുമായിരുന്നു. ആ അമ്മാവനാണ് എന്നെ കളരി പഠിപ്പിക്കുന്നത്. അമ്മാവനെ കളരി പഠിപ്പിക്കാൻ വേറൊരു കാര്യമുണ്ട്. വേറൊരു കഥയുണ്ടാ, പറഞ്ഞുതരാം. അതായത് അമ്മാവന് കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു ദിവസം പച്ചക്കറിയും മറ്റു സാധനങ്ങളും കൊലയും ഏത്തവാഴ കൊലയും എല്ലാം കൂടെ ഈ കാളവണ്ടി കയറ്റിക്കൊണ്ട് ചന്തയ്ക്ക് പോയി. അപ്പം എന്നെ ആയിരുന്നു നോക്കാൻ വേണ്ടി വിട്ടത്. കാളവണ്ടി തെളിക്കാൻ ഒരാളുണ്ട്, പിന്നെ അത് നോക്കാൻ വേണ്ടി എന്നെ. അങ്ങനെ ഞാനും കാളവണ്ടിക്കാരനും ഒക്കെ ആയിട്ട് ഈ സാധനങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചന്തയിലോട്ട് ചെന്നിറങ്ങുന്ന ഒരുത്തൻ ഇറങ്ങി വന്നു. അത് അവിടുത്തെ ഗുണ്ട പിരിവിനായിട്ട് വന്ന് കീലേരി അച്ചു ഭയങ്കര ഗുണ്ടായിരുന്നു. ഞാൻ ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ട്. പിന്നെ അല്ലല്ല, പിന്നെ ഇത് ഈ വാരിക്കാടൻ ബോസ് എന്ന ഗുണ്ടയുടെ പേര്. വാരിക്കാടൻ ബോസ് എന്ന് പറഞ്ഞ ഒരു 7-8 അടി പൊക്കവും അതിന്റെ വണ്ണവും ഉണ്ട്. അല്ല, വേണേല് 1.5 അടി നീ കുറച്ചു. 6 അടി പൊക്കം എന്തായാലും വരും. എന്റെ അത്രയും പൊക്കവും അതുപോലുള്ള കൂടുതൽ എന്തിനാ പറയുന്നത്, എന്നെ നോക്കുന്നോലിരിക്കും. അപ്പം അവനിങ്ങനെ വന്നിട്ട് എന്റെ കാളവണ്ടിക്കാരൻ്റെ അടുത്ത് കാശ് ചോദിച്ചു, പിരിവ്. അയാൾ പറഞ്ഞു എന്റെ ഈ കാശില്ലെന്ന് പറഞ്ഞു. ഒരൊറ്റ അടി കാളവണ്ടിക്കാരൻ. കാളവണ്ടിക്കാരൻ മറിഞ്ഞ് താഴെ വീണ്. ഇത് കണ്ടതും ഞാൻ കാളവണ്ടിന്ന് ഒരൊറ്റ ചാടി ഇറക്കമായിരുന്നു. ഓടാനല്ലടാ, താഴെ ചാടി ഇറങ്ങിയിട്ട് വാരിക്കാടൻ ബോസിന്റെ കഴുത്ത് നോക്കി ഒരു കുത്തുകുത്തി. കത്തിയൊക്കെ എന്തിനാ, എന്റെ വിരല് മതി. വിരല് വെച്ചാണ്ട് കഴുത്തിന് ഇങ്ങനെ ഒരു കയറ്റി അവനപ്പ താഴെ വീണ്. പിന്നെ അവിടെ ഇട്ട് 4 ചവിട്ടി കൂട്ടി ഒരു പരുവാക്കി. പിന്നെ അവസാനം ചന്തയിൽ നിന്ന എല്ലാരും കൂടെ യവനെ പെട്ടിയോട്ടോയിൽ കയറ്റി ആശുപത്രി. അപ്പൊ അയാള് പിന്നെ ഏതാണ്ട് ജീവിച്ചൊക്കെ പോയെന്നാ കേട്ടുള്ളൂ. പിന്നെ അവൻ റൗഡിത്തരം കാണിച്ചൊന്നും വന്നിട്ടില്ല, ചന്തയിലേ വന്നിട്ടില്ല. ഈ സംഭവം അറിഞ്ഞ ഉടനെ മാമന്, എന്റെ മാമൻ പറഞ്ഞു, അതുവരെ കളരി പഠിപ്പിക്കായിരുന്ന മാമന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ മോനെ, ഇന്ന് മുതൽ നിന്നെ ഞാൻ കളരി പഠിപ്പിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് മാമന് ഈ ഫീൽഡിലോട്ട് വന്നത്. അവസാനം കഴിഞ്ഞ വർഷം കളരി രത്ന വരെ കിട്ടി. നീ എന്റെ കൂടെ വരികയാണെങ്കിൽ നിന്നെ പഠിപ്പിച്ച് കളരി രത്ന ആക്കി തരാം. എന്താ പറയുന്നത്? കളരി രത്ന നിന്നെ ആക്കി തരാം. ബാ. അപ്പൊ നീ ആശാന്റെ അടുത്ത് ചെന്നിട്ട് പറയണം, എന്താ പറയും, ഞാൻ രാജിവെക്കാന്ന് പറയണം. രാജിവെച്ചിട്ട് എന്റെ കൂടെ ജോയിൻ ചെയ്യാന്ന് പറയണം. പറഞ്ഞു കേട്ടല്ലോ? ബാ. എന്താ മാമ മുഖത്തൊരു ദുഷ്കളിന്നതാ, അല്ലൊരു വല്ലായ്മ? കഴിച്ചു പോയേ? പെടലിക്കൂ, ഇവിടാ അങ്ങോട്ട് നോക്കടാ. മാമന്റെ വണ്ടി തള്ളിക്കൊണ്ട് പോകുന്നത്. ആശാന്റെ വണ്ടി ആശാൻ വിറ്റാ? ഞാൻ വിറ്റൊന്നുമില്ല, എന്റെ മോൻ വിറ്റ്. ശുദ്ധമായ പൈസയ്ക്കപ്പം വിറ്റ് കളഞ്ഞു. എന്ത് പാടുപെട്ട് ഇത്തിരി നന്നാക്കിയിട്ടിരുന്ന വണ്ടിന്നറിയാമോ?
ആ എന്നിട്ടാണോ വണ്ടി തള്ളിക്കൊണ്ട് പോന്നേ? എടാ വണ്ടി തള്ളിക്കൊണ്ട് പോണ എന്തെന്നറിയാം, കൂടെ കൂടെ വണ്ടി നന്നാക്കുമ്പോൾ അവർക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കും. അങ്ങനെ അതിൽ കിടന്ന പെട്രോൾ അത്രയും തീർന്ന്, അതുകൊണ്ട് പെട്രോൾ ഇല്ലാത്തതുകൊണ്ടാണ് തള്ളിക്കൊണ്ട് പോണത്. അത് ശരി. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് കയറി ഇട്ടാ മതി, കുതിര പോകുമ്പോൾ ഒരു ഒറ്റ പോക്കാണ് ഇവർ. എന്ത് ചെയ്യാൻ നമ്മളെ കഷ്ടകാലം. അമ്മാന് വിഷമമുണ്ടല്ലേ? അമ്മ ഇതൊന്നും ഓർത്തിട്ടേ വിഷമിക്കരുത്. ഗീത പറയുന്നത് എന്താ? ഞാൻ ഗീത സുമീര മോളാ. എന്റെ മാമ എനിക്ക് ചൊറിഞ്ഞു കയറി വരുന്നത്. എന്ത് പറഞ്ഞാലും പെണ്ണുങ്ങളുടെ കാര്യത്തിൽ അവസാനം. പെണ്ണിന്റെ പേര് നീ പറഞ്ഞതാ? എന്റെ മാമ ഗീത, നമ്മുടെ മാതായ ഗ്രന്ഥം ഭഗവത്ഗീത. ഓ അങ്ങനെ പറയുന്നത് എന്താ? എന്ത് നഷ്ടപ്പെട്ടതോർത്ത് നമ്മൾ വിഷമിക്കരുത്. ഇന്ന് മാമന്റെ കയ്യിൽ ഇരുന്ന സാധനം ഇന്നലെ വേറെ ആരുടെയോ കയ്യിലായിരുന്നു. മാമൻ ഇത് മറ്റൊരാൾക്ക് കൊടുക്കുന്നു, അയാളുടെ കയ്യിലായി. അയാൾ ആക്രിക്ക് കൊടുക്കുന്നു, ആക്രിക്കാരൻ പൊളിക്കുന്നു. ശാശ്വതമായിട്ടുള്ള ഒന്നുമില്ല മാമ ഭൂമിയില്. അതുകൊണ്ട് മാമൻ സമാധാനമായിട്ട് എനിക്കടുത്ത് പോയി തരാം. അവൻ തത്വവും ന്യായവും കൊണ്ടായിരുന്നു പോണ്ട ജോലി വെച്ചു. എനിക്കിവിടെ വേറെ പണിയുണ്ട്. ഞാനിത് ഉള്ള കാര്യം പറഞ്ഞല്ലോ മാ. ഇതാ ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാനും പറ്റത്തില്ലെന്ന് വെച്ചാൽ. രാമേട്ടാ, മാമ പാവല്ലേ, ഭയങ്കര സങ്കടത്തിലാണ്. എന്ത് കാര്യം? കാറ് പോയില്ലേ? എന്റെ സങ്കടം അങ്ങനെ ഇത്ര നാൾ വെച്ച് പണിത് കുത്തക് മിനാർ എടുത്ത വണ്ടിയെ ഞാൻ 1 ലക്ഷം രൂപ എടുത്ത് കടമാച്ച് വാങ്ങിച്ച എന്റെ അടുത്ത് നിനക്ക് സങ്കടമില്ല. ഇതിനെയല്ല ഞാൻ എങ്ങനെ തീറ്റി പോറ്റു? അങ്ങനല്ലെന്നേ, മാമൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണത് അതിനെ തൊട്ടും തലോടിയൊക്കെ അല്ലേ. ഇനിയിപ്പൊ നാളെ തൊട്ട് എന്ത് ചെയ്യും? കഷ്ടം തന്നെ. നിന്റെ മാമന് തൊട്ടും തലോടാൻ ഞാൻ ഒരു മെർസിഡീസ് ബെൻസ് വാങ്ങിച്ചു തരട്ടാ? വേണ്ടാട്ടാ, അത്രയൊന്നും ആവശ്യമില്ല. ഒരു ഐറ്റനോ മാരുതിയുടെ വല്ല കാറോ ഒക്കെ വല്ല വാങ്ങിച്ചു കൊടുക്കും. ഐത്തോ ഐറ്റൻ ഐറ്റൻ പെട്ടെന്ന് ഉണ്ടാക്ക്. ഡബിൾ ഈ ഐസ്ക്രീം വേണോ? ഓ വേണം, ഇങ്ങോട്ട്. ഇങ്ങോട്ട് എടുത്തല്ല, ആദ്യം അത് ഉണ്ടാക്കുക, എന്നിട്ട് തരാം. എല്ലാം വേണമല്ലോ ഈ വീട്ടിലുള്ള എന്ത് തിന്നാണെങ്കിലും അത് വേണം. ഓ ഞാൻ തിന്നണേനാണ് നിന്റെ കുഴപ്പം. തിന്നണേന് അങ്ങനെ കണക്ക് പറഞ്ഞുകൊണ്ടേ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പോഴല്ലേ 4 ദോശ അങ്ങോട്ട് കഴിച്ചത്, അതിനിടയ്ക്ക് ഇപ്പൊ ഇത് എന്തിന് ഉണ്ടാക്കണത്? അതുപോലെ നിങ്ങൾക്ക് ഐസ്ക്രീമും വേണം. പക്ഷേ എങ്ങനെയുണ്ടാ മനസ്സിന് തീറ്റപ്രാന്ത്? ഇത് അലിഞ്ഞു പോണം, ഞാൻ കഴിക്കണം. തിന്നല്ലെന്ന് അലിഞ്ഞു പോണെന്ന്. അലിയോണം ഞാൻ കഴിച്ചോളാം. ആർക്കും ഇല്ലാതെ പോണെന്ന് ഉണ്ടാക്കുന്ന ഒഴി ഞാൻ കഴിക്കട്ടെ. എന്റെ പൊന്നു, പിന്നെ എന്റെ തൊഴിക്കാൻ ഞാൻ എത്ര ഒഴിക്കും? ഇത്ര എന്തിന്? കൂടിപ്പോണ്ട എണ്ണ കൂടിപ്പോ. എന്തോന്നത് എന്റെ പതഞ്ഞു പൊങ്ങണത്? പറഞ്ഞു പോകണ എന്തിനാ? അത് ഞാനുണ്ട്. ആ സൈക്കിള് നീ നശിപ്പിക്കും. സൈക്കിള് നശിപ്പിക്കണല്ല, ടൈറ്റ് ആക്കിയതല്ല. പിന്നെ ആശാ ഇത് പിടി. ആണ്ട് ആ കാറ് കൊണ്ടുപോയ സങ്കടം ഇത് പകുതിയെങ്കിലും കുറെ ഇത് പിടിച്ചെന്നാ പിടിച്ചോ. എന്നാ ആശാനെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ. ആശാൻ എങ്ങനെയാണ് ഈ വർഷാപ്പ് പണി പഠിച്ചത്? അത് വെച്ച് നമുക്കൊരു വ്ലോഗ് എടുക്കാതെ വെച്ച്. മാമ പറഞ്ഞോട്ടെ, നീ ചുമ്മാരി. എനിക്ക് സൗകര്യമില്ല. അച്ഛൻ എങ്ങനെയാണ് ഈ പണി പഠിച്ചെന്നുള്ള കാര്യം പറഞ്ഞാലേ വ്ളോഗ് അല്ല, നിനക്ക് സിനിമ എടുക്കാനുള്ള സബ്ജക്ട് ഉണ്ട്, അറിയാമോ? എന്തോന്ന് ഡ്രൈവിംഗ് പഠിച്ചതാ? ഓ ആവശ്യമില്ലാതെ പിള്ളേരുടെ ഓരോന്ന് പറഞ്ഞു കൊടുക്കണ്ടേ. ഇവൻ നാട്ടിൽ മൊത്തം പറഞ്ഞ നാട്ടിൽ. സത്യം തന്നെയല്ലേ പറ കഥ അറിയാലേ? സത്യം തന്നെ കഥ. സത്യം ഇത് ആരെന്നറിയാൻ പറഞ്ഞുണ്ടാക്കിയത്? നിന്റെ അമ്മ, അതായത് എന്റെ ചാച്ചി. പിന്നെ എന്റെ അമ്മ അങ്ങനെ കള്ളക്കഥ പറയൊന്നുമില്ല. എന്നാലും റാമേട്ടൻ പറക്കാക്കട്ടെ. അതായത് ഉണ്ണിപ്പിള്ള 2ാം തവണ SSLC എഴുതി ജയിച്ചു നിൽക്കുന്ന സമയം. പാസ്സായോ? പാസ്സായി. കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ്. പക്ഷെ മനസ്സിലോ വണ്ടിപ്പണി അല്ലെങ്കിൽ ഡ്രൈവർ ആവണം. ആർക്ക്? മാമനും. വെറുതെ ഇങ്ങനെ ആയിപ്പോയത്. അല്ല, അത് പത്തം കുത്തിയാ കുമ്പളം മുളക്കത്തില്ല. അടിപൊളി. ഞാൻ അപ്പൊ പഠിത്തമായിരുന്നു. ഈ എന്റെ കുടുംബത്തിൽ ഏറ്റവും വലിയ പഠിപ്പിച്ച് ഞാനായിരുന്നു. അല്ലെ പാടാ പൂ അടിക്കാതെ വലിയ വലിയ പഠിത്തം. ഭയങ്കര പഠിത്തം തന്നെ. ബാക്കി പറ. അപ്പം ഫർഗോ ദേവസി. സായിപ്പ് എന്നല്ല, ഈ ഫർഗോ വണ്ടി മാത്രം പണിയുന്ന ഒരു മെക്കാനിക് ആണ് ഈ ഫർഗോ ദേവസി. പണ്ട് ഫർഗോ എന്ന് പറഞ്ഞ ലോറി ഉണ്ടായിരുന്നു എന്റെ കുഞ്ഞിനാൾ. അങ്ങനെ ഫർഗോ ദേവസി
നല്ല മധുരം. ഇതൊന്നും ഫർഗോ ദേവസിക്ക ആപ്പിൾ. 7 നേരം തീറ്റയെ കുറിച്ച് എന്റെ ചിന്ത മൊത്തം. എന്ത് അടുക്കളയിൽ വെച്ചാലും അപ്പം എടുത്ത് തിന്നോളൂ. ഇന്നലെ മാമന് ഞാൻ തരാൻ വെച്ചെന്ന പാവയ്ക്ക ജ്യൂസില്ലേ, ആ പാവയ്ക്ക എടുത്ത് തിന്നു. അവൻ തിന്ന് മണ്ട പൊളക്കട്ടടിക്കുക. അവനെ തീറ്റി റാമട്ട ഇങ്ങനെ എന്റെ സമയത്തിന് ആരും തന്നില്ലെങ്കിലേ മനുഷ്യ ഇല പിടിക്കാൻ ഇറങ്ങും. അത് പ്രകൃതി നിയമമാണത്. അത് ശരിയാ. ആണാ എങ്കിൽ ഈ വിളവ് നശിപ്പിക്കാൻ വരുന്ന വന്യജീവികളെ ഞാനും നേരിടും. അതിന് നിയമ വകുപ്പുണ്ട്. വെടിവെച്ചുമല്ല നിയമമുണ്ട് ഇപ്പോഴും കാട്ടുപന്നികളെ. സൂക്ഷിച്ചു കേട്ടാ. നിങ്ങളാണെങ്കിൽ കുറെ നേരം കൊണ്ട് കിടന്ന് സംസാരിച്ചോണ്ടിരിക്കാതെ ഈ ഫർഗോ ദേവസിയുടെ ബാക്കി കഥ എന്തോന്നാന്ന് പറ ഇത്തിരി. ഇങ്ങേരുടെ പേരിലൊരു ശ്ലോകം ഇല്ലേ, ഫർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. അത് ശ്ലോകം അല്ലത്, സിനിമാ പാട്ട. സിനിമാ പാട്ട. ആ അതല്ലേ ബാക്കി കഥ പറ. പറ. ആ ഭഗവത് ആ. അച്ഛൻ പോയി കണ്ട് അപ്പൊ അങ്ങനെ ദക്ഷിണ വെക്കാൻ പറഞ്ഞതാണ്. അതിന് ഈ ഊരുതണ്ടിയുടെ ഓട്ടക്കേശയിൽ എന്തുണ്ടല്ലേ. ഈ മാമനെ തെണ്ടെന്ന് വിളിച്ചു. അയ്യല്ലേ ആവശ്യമില്ല സംസാരിക്കല്ലേ. നീ കണ്ടോണ്ടിരിക്കണാടാ. മാമ ഞാൻ ഒന്നാമത് വണ്ടി പോയ പ്രയാസത്തിരിക്കും. അവരെന്നെ ഊര് തണ്ടിയും മാമ ഞാൻ വേണ്ട 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 ഒന്നും പറയണ്ട. അല്ലെ എന്നാലും മാമനെയൊക്കെ കേറി തെണ്ടിന്ന് വിളിക്കാന്ന് പറഞ്ഞു. അല്ല ആരെ തെണ്ടിന്ന് വിളിച്ചാലും മാവന്മാരെ കേറി തെണ്ടി. അയ്യോ അല്ല, ഞാൻ സിനിമ ഡയലോഗ് പറഞ്ഞ മറ്റേ എന്തോന്ന് സിംഹത്തിന്റെ മട എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡയലോഗ് ഉണ്ടല്ലോ. അത് ഇവിടെ പറയേണ്ട കാര്യമില്ല. മാമന്റെ മുഖത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാമൻ അത് ഫീൽഡ് ചെയ്യത്തില്ലയോ. എവിടെ കൊണ്ട് വച്ച് സാധനം എവിടെ കൊണ്ട് വച്ച് ഞാൻ എവിടെയൊക്കെ നോക്കി. എന്നിട്ട് പുള്ളി നേരെ ചെന്ന് ഫർഗോശന്റെ കാലിൽ തൊട്ട് തൊഴുതു. ഫർഗോശൻ പറയണ നീ കൊള്ളാലടാ ഇറക്കാം. എന്നാ പിന്നെ നീ നേരെ ആ ലോറി കയറി ഒന്ന് ഹോൺ അടി നോക്കട്ടെ എന്ന് പറഞ്ഞു. ഹോൺ അടിച്ചാ ഹോണും അടിച്ച് ഗിയറും മാറി. മാമൻ അതൊക്കെ അറിയാറുണ്ടാ, ഗീർ മാറാനൊക്കെ അറിയാറുണ്ടാ. ടാലന്റ് ആണല്ലോ. ആ ടാലന്റ്. ഗിയറിൽ കിടന്ന വണ്ടിയെ ന്യൂട്രലിട്ടു. വണ്ടി ഒരു മുട്ട ഇറക്കത്തിലാണ് നിന്നത്. അവിടെ നിന്ന് വണ്ടി ഊരുണ്ട് നേരെ പോയി താഴത്തെ 2 വീടും തകർത്ത് അയ്യോ ലോറി ആറ്റിപ്പോയി വീഴും. അയ്യോ എന്നിട്ട് മാമൻ ആ പുള്ളി ജയന്റെ ഫാനായിട്ട് അതിന് ജമ്പ് ചെയ്ത് രക്ഷപ്പെട്ടു. അല്ല ഫർഗോശൻ അത് ചെയ്തു. ഫർഗോശ അന്ന് അകത്തായതാണ്. 8 വർഷം കഴിഞ്ഞാണ് ഇറങ്ങിയത് എവിടെ? ജയിലില്. അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചാണോടാ. അതിനുമുമ്പ് എന്റെ അപ്പൂപ്പ ഇല്ലേ, എന്റെ ആശാന്റെ അച്ഛൻ, അവിടത്തെ എല്ലാം വിറ്റ് പറക്കി അവിടെ നിങ്ങി വന്ന് ഇവിടെ താമസിച്ചു. അപ്പൊ ഈ മാമ വർഷോപ്പ് എപ്പോ തുടങ്ങി? പുള്ളി ഒറ്റ കാലിൽ നിന്ന് വർഷം അപ്പൊ മറ്റേ കാലിന് എന്തോ അണ്ണാ ചുമ്മാ ഞാൻ കഥ പറയണോ? അല്ല നീ കഥ പറ. എന്നിട്ട് അങ്ങനെ വർഷം തുടങ്ങിയോ. ഇന്നൊരു ഗുണമുണ്ടായി. ഒരു സൈക്കിളും ഇല്ലാത്ത വീടായിരുന്നു. അതിന്റെ മുറ്റം നിറയെ കാറുകളും 2-3 ജീപ്പും. തന്നെ മാമൻ കാശ് കുറെ ഉണ്ടാക്കി മാമൻ. അവിടെ നിന്ന് വിറ്റ് പറയ്ക്കുന്ന ബാബ എന്റെ അപ്പൂപ്പന്റെ കയ്യിരുന്ന പൈസ അതും തീർന്നു. അണ്ണാ ഇതൊക്കെ പണിക്ക് വന്ന വണ്ടികളാണ്. ഇതൊക്കെ പണിത് കൊളവാക്കി ഇങ്ങനെ പണിയാനാണോടാ. ആൾക്കാരൊക്കെ വന്നിട്ട് പൈസ പതിന്ന് വണ്ടി അവിടെ ഇട്ടിട്ട് പോയി. കൊള്ളാമോ നിന്റെ ആശാന്റെ കഥ? കേട്ട് പഠിക്കും. ഇതാണ് അവൻ ബ്ലോഗ് എടുക്കാൻ പോയത്. അതല്ലേ ഞാൻ പറഞ്ഞ സിനിമയ്ക്കുള്ള കഥയുണ്ടോ? ശരിയാണ്. ഇതെന്തായാലും അടിപൊളി, നല്ലൊരു കണ്ടന്റ്. ഹലോ
ഹലോ, ആ ഇത് ഉണ്ണി ഗാരേജിൽ ഒരു വണ്ടി എടുത്തോണ്ട് പോയില്ലേ? ഓ, അതൊന്ന് ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരൂ, ഒന്ന് തൊട്ടു നോക്കാൻ. അത്രത്തോളം ഞാൻ വണ്ടിയെ സ്നേഹിച്ചു. ഓ, ഒന്ന് പ്ലീസ് ഒന്ന് കൊണ്ടുവരുമല്ലോ അല്ലേ? ഇങ്ങോട്ട് വരണം. ഓ, സന്തോഷം. ആ, ഞാൻ അവിടെ തന്നെ ഇരിക്കാം. ഒന്ന് തൊട്ടു നോക്കാം, വേറെ ഒന്നിനുമില്ല. ആ, ശരി. ഇങ്ങോട്ട് വരണം, വരട്ടെ, അങ്ങോട്ട് പോവാം. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. പിന്നെ സംഭവം വിപുലമായിരുന്നില്ലേ കാര്യം? സംഭവം ബഹുലൊന്നല്ലേ ചേട്ടാ? അന്നാ സംഭവം അതാണ്ട് വരുന്നത് സൂപ്പർ മെക്കാനിക്. അണ്ണാ, എന്റെ അച്ഛനാണ് പറഞ്ഞത് ഇത്ര സംഭവം സ്കിൽ മനുഷ്യനാണ്. ആണോ? ഏയ്, ഇന്ന് വണ്ടി കാറ്റുകൊണ്ട് പോയില്ലേ? ആ. അപ്പൊ ഇങ്ങോട്ട് വരണം. ഇതിന് എന്താ അവൻ വിളിച്ചു പറഞ്ഞു എന്റെ അടുത്ത്? അച്ഛൻ അങ്ങോട്ട് വിളിച്ചാ? ഇല്ല, അവൻ എന്നെ അങ്ങോട്ട് വിളിച്ചെന്ന്. അതെന്താ? ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. അതിന്റെ ആവശ്യം എന്തോ എന്നാ അവിടെ നിങ്ങളൊരു വണ്ടി എന്ത് എന്റെ കാശിങ് തിരിച്ചെന്തേക്ക് കാര്യം? എന്ത് കാര്യം തന്നാ? ഇത് നിങ്ങൾ ഒരു ഊള വണ്ടി. എന്ത് വണ്ടി ഇത്? കൂള വണ്ടി എടേ. പിന്നെ എന്റെ അച്ഛൻ കണ്ണിലെ കൃഷ്ണമണി പോലെ വെച്ചിരുന്ന വണ്ടിയാണ് നിനക്ക് ഞാൻ ചീള് വിലക്ക് തന്നത്, അറിയാമോ? ഈ വിറ്റ സാധനങ്ങൾ തിരിച്ചെടുക്കില്ലെന്നൊരു ബോർഡ് വെച്ച് നീ കൊള്ളായിരുന്നല്ലേ? ഡൈ, നമുക്ക് വണ്ടി വേണമെങ്കിൽ നമ്മളെടുത്തോളാം. പക്ഷെ എന്റെ പണിയും മറ്റുള്ള കാര്യം കുറ്റമൊന്നും പറയില്ല. കൂടുതൽ വാചം അടിക്കില്ല. പ്രായം വലിച്ച് കീറിക്കളയേ. ചേട്ടാ, നീ ഇത്ര കിടന്ന് വാചം അടിക്കണം എന്തിനാ? എന്താണ് നിന്റെ പ്രശ്നം? എന്താണ്? എന്റെ പൊന്ന് ചേച്ചി, ഒന്നും പറയണ്ട. ഞാൻ പമ്പിൽ പോയി പെട്രോൾ അടിക്കാൻ വണ്ടി നിർത്തി. പെട്രോൾ അടിച്ച് വണ്ടി ഞാൻ ഫസ്റ്റ് ഇടുന്ന് എന്നാ പോണ് ബാക്കിലോട്ട്. അപ്പോഴും ഞാൻ അടുത്ത് എന്നാ പോട്ട് സെക്കൻഡ് അങ്ങ് ഇട്ടു. എന്നാലും ബാക്കിലോട്ട് തന്നെ പോന്നെ. ഇനി ഞാൻ എന്ത് ചെയ്യാനാ? ഉടനെ ഉള്ള ബ്ലോക്ക് എല്ലാം ഞാൻ അവിടെ കിടന്നുണ്ടാക്കി. പോരാത്തേന് ഇതൊന്നും പോട്ടെ, പോലീസിന്റെ ഒടുക്കലത്തെ ചീത്തവിളി. ഞാൻ ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ പറ. അങ്ങനെ വരാൻ വഴിയില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതുവരെ എങ്ങനെ വന്നപ്പം? ഫസ്റ്റ് ഗിയർ ഇട്ടപ്പോഴും സെക്കൻഡ് ഗിയർ ഇട്ടപ്പോഴും വണ്ടി റിവേഴ്സ് ആണല്ലോ പോയെ. അപ്പൊ ഞാൻ ചുമ്മാ ഒന്ന് റിവേഴ്സ് ഗിയർ ഇട്ട് നോക്കി. അപ്പൊ താണ്ട പോണ് ഫ്രണ്ടിലോട്ട്. അങ്ങനെ കഷ്ടപ്പെട്ട ഇതുവരെ വന്നത്. എനിക്ക് വന്നത് എനിക്ക് എന്റെ ദൈവം തമ്പുരാൻ മാത്രം അറിയാം എത്തിയ പാട്. അച്ഛൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലേ? മര്യാദയ്ക്ക് എന്റെ കാശ് തന്നു കഴിഞ്ഞാ ഞാൻ അങ്ങ് പോയിക്കൊള്ളായിരുന്നു. ഇപ്പൊ കാശ് ഇപ്പൊ പറഞ്ഞാൽ അത് ഇപ്പൊ ഒരു 1000 രൂപ കുറവുണ്ട്. ഞാൻ ബിരിയാണി കഴിച്ചു. നന്നായി. മതിയാ? അത് ആണെങ്കിൽ എനിക്ക് ഉള്ളത് താമര ഒരു 2000 രൂപ കുറച്ചുകൂടെ. ആണോ? അല്ല, 1000 രൂപ GST. അപ്പൊ കൂടെ 1000 രൂപ കുറച്ചുകൂടെ കൂടെ. വണ്ടി പോ. എങ്ങനെയെങ്കിലും 10 പൈസ ഉണ്ടാക്കുമ്പോ തന്ത വണ്ടി പണിത് വെച്ച് എന്റെ പേരിൽ കുറ്റം പറഞ്ഞോണം കേട്ടാ. എന്താണ് മാമ പണിഞ്ഞു വെച്ചേക്കണതില്? എനിക്ക് അവൻ ഓട്ടത്തെ ശരിയായി കാണൂല കേറിട്ട്. ഞാൻ ഒരു ഐഡിയ പറയട്ടാ. ഞാൻ ആ ഫ്രണ്ടിലുള്ള സ്റ്റിയറിംഗ് എടുത്ത് ബാക്കിൽ വെച്ച് കൊടുത്താണ്. അപ്പം ബാക്കിൽ പോയാലും റോഡ് നോക്കി നമുക്ക് വണ്ടി ഓടിക്കാല്ലോ. എന്നാലും എന്റെ മാമാ ഇത് പണിഞ്ഞ് ഈ പരുവാക്കിയല്ലോ. അവനെ സമ്മതിച്ചേർന്ന് കേട്ടോ. ആക്കെ പോട്ടെ, നിങ്ങൾ ബിരിയാണി എപ്പോ വാങ്ങിച്ചു കഴിച്ചു? നമുക്കൊന്നും ഒന്നുമില്ലല്ലോ. ഞാൻ ബിരിയാണി വാങ്ങിച്ചില്ലല്ലേ. പിന്നെ എങ്ങനെയെങ്കിലും ഒരു 1000 രൂപ അടിച്ചെടുക്കാന്ന് വിചാരിച്ചു. ഇന്നല്ലെങ്കിൽ നാളെങ്കിലും വാങ്ങിക്കല്ലേ. നീ പാടി. വണ്ടി ഒന്ന് നോക്കട്ടെ എങ്ങനെയാണ് എന്റെ ഫസ്റ്റും സെക്കൻഡും ഇട്ടാ പുറകോട്ട്, റിവേഴ്സ് ഇട്ടാ മുമ്പോട്ട്. അത് അവന് കേറിയിടാറും. അല്ല, എന്നാലും എന്റെ മാമാ എന്തോ അവൻ നോക്കുന്നത്? ഏയ്, സാധനമാണല്ലേ. ഇവനെ ജന്തു മാത്രം അന്വേഷിച്ചെന്നറിയാം. വണ്ടി കൊണ്ട് പോയില്ലേ, സാധനവും പോയില്ലേ. അല്ല മാമാ, ഫസ്റ്റ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഒരു കുതിപ്പായിരിക്കുന്നില്ലേ മാമൻ പറഞ്ഞത്? അത് പുറകോട്ടുള്ള കുതിപ്പായിരുന്നോ? അല്ല, പുലി ബാക്കിലോട്ട് പഴങ്ങുന്നതിനാണ്, മുമ്പോട്ട് കുതിക്കാൻ. വണ്ടി മുമ്പോട്ട് പോയാലെന്ത് പുറകോട്ട് പോയാലെന്ത്, എഞ്ചിനുള്ളൊരു കാറിന്റെ ഡിക്കിയിലും കുപ്പി തന്നെ ആശാന കൗതുകം.